നെയ്യാറ്റിൻകര ഗോപന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത്. മരണകാരണം കൃത്യമായി അറിയാൻ രാസപരിശോധനാ ഫലം ലഭിക്കണം. ദേഹത്ത് കണ്ട ചതവുകൾ മരണകാരണമല്ലെന്നും കരൾ, വൃക്ക എന്നിവ തകരാറിലായിരുന്നുവെന്നും റിപ്പോർട്ടിൽ. തിരുവനന്തപുരത്ത് നിന്നും VS അനു ചേരുന്നു. അനു, ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്നും ഡോക്ടർമാർ എന്തൊക്കെ അസംഷൻസിലാണ് എത്തിച്ചേരുന്നത്? എന്തെങ്കിലും അസ്വാഭാവികതയുണ്ടോ? ഈ നെയ്യാറ്റിൻകര ഗോപന്റെ പോസ്റ്റ്മോർട്ടം നടന്ന് അന്ന് തന്നെ നമ്മൾ വാർത്ത നൽകിയതാണ്. കാരണം ഈ മരണത്തിൽ നിലവിലെ പോസ്റ്റ്മോർട്ടം പരിശോധനകളിൽ ഇത്തരത്തിൽ ഒരു അസ്വാഭാവികത കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്ന പ്രാഥമിക റിപ്പോർട്ട് നമ്മൾ അന്ന് നൽകിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത്. ഇത് മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് സർജൻ ഈ പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം അതിന്റെ റിപ്പോർട്ട് കോടതിയിലും തുടർന്ന് നെയ്യാറ്റിൻകര SHOയ്ക്കും അദ്ദേഹമാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിന് നൽകി. ആ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത്. ഈ റിപ്പോർട്ട് പ്രകാരം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇയാളുടെ മരണത്തിൽ അസ്വാഭാവികത ഇല്ല എന്ന് പറയേണ്ടി വരും. നിലവിലെ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ പറയേണ്ടി വരും. ഈ മുഖത്തും മൂക്കിലും തലയിലുമൊക്കെ ഈ ചെറിയ ചതവിന്റെ പാടുകൾ ഉണ്ടായിരുന്നു. പക്ഷെ അത് മരണകാരണമായിട്ടില്ല. മാത്രമല്ല ഇദ്ദേഹത്തിന്റെ കരൾ, അതുകൂടാതെ വൃക്ക എന്നിവ ഗുരുതരമായ രോഗങ്ങൾ ബാധിച്ച് തകരാറിലായിരുന്നു. ഇദ്ദേഹത്തിന്റെ ഹൃദയവാൽവിൽ ബ്ലോക്ക് ഉണ്ട് എന്ന് അടക്കമുള്ള കാരണങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഇതൊന്നും മരണകാരണമെന്ന് നമുക്ക് വിലയിരുത്താൻ വേണ്ടി കഴിയില്ല. ഇനി യഥാർത്ഥ മരണകാരണം എന്താണ് എന്ന് അറിയണമെങ്കിൽ അതിന് രാസപരിശോധനാ ഫലം വരണം എന്നുള്ളതാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. ലക്ഷ്മി, രാസപരിശോധനാ ഫലം ഇനിയും വരാനിരിക്കുന്നു. VS അനുവാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്. ഇപ്പോൾ സജി ചെറിയാൻ സിനിമാ വിഷയത്തിൽ.